എൻ്റെ കണ്ണുനീർ തുരുത്തിയിൽ ആക്കി വെക്കണമേ. You have collected all my tears in your bottle. Psalms 56:8. എൻ്റെ കണ്ണുനീർ തുരുത്തിയിൽ വെക്കണമേ. 56:8 വാക്യം. കണ്ണുനീര്, നമ്മുടെ കണ്ണുനീര് തൻ്റെ ദൈവത്തിൻ്റെ തുരുത്തിയിൽ അല്ലെങ്കിൽ അവൻ്റെ പാത്രത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മൾ കണ്ണുനീരിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം മനുഷ്യന് വികാരമിട്ടിട്ടുണ്ട്. ആ വികാരം ദൈവത്തിൻ്റെ കൂടെ സന്തോഷിക്കാനും ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുമായിട്ടും ഉള്ള ഒരു ഉദ്ദേശമാണ് ആദ്യം സൃഷ്ടിച്ചപ്പം. പാപം ചെയ്തതോടുകൂടി കഷ്ടപ്പാട് വന്നതോടുകൂടി നമുക്ക് ജീവിക്കാൻ വയ്യാതെ കണ്ണുനീരോടുകൂടിയാണ് പിന്നെയുള്ള അധ്വാനിച്ച് വേർപ്പോടുകൂടി പുരുഷൻ ജീവിക്കുകയാണ്, വേദനയോടുകൂടി സ്ത്രീ പ്രസവിക്കുകയാണ്. ഇതെല്ലാം പാപം വന്നു കഴിഞ്ഞപ്പം തൊട്ടുള്ള അവസ്ഥയാണ്. നമ്മൾ ഈ പാപലോകത്തിലാണ് ജീവിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് എ ഫോളൻ വേൾഡ്. പാപലോകമെന്ന് പറയും. ഇറ്റ് ഹാസ് ഗോട്ട് എ ഫോളൻ പെർസ്പെക്റ്റീവ് എന്ന് പറയും. അതതിന് കാഴ്ചപ്പാട് തന്നെ ശരിയല്ല എൻ്റേത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ താമസിക്കുന്നില്ല എങ്കിൽ അടിയിൽ താമസിക്കുന്ന മത്സ്യം എങ്ങനെ താമസിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ആകാശത്തിൽ നമ്മൾ നക്ഷത്രത്തിൻ്റെ അവിടെ ചെന്നാൽ, ചന്ദ്രൻ്റെ മുകളിൽ ചെന്നാൽ അവിടുത്തെ പരിസ്ഥിതി എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഫെമിലിയർ ടു അത്, നമുക്കറിയാൻ വയ്യാത്ത കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എനിക്കറിയാൻ വയ്യാത്തിടത്തോളം കാലം ഞാൻ എൻ്റെ കണ്ണുനീര് എൻ്റെ തുരുത്തിയിൽ വെച്ചിരിക്കുന്നത്, എൻ്റെ വികാരങ്ങൾ എനിക്ക് സഹിക്കാൻ വയ്യാതെ ദുഃഖിക്കുമ്പോൾ എനിക്കൊന്നേ അറിയത്തുള്ളൂ, എനിക്ക് കരയാനേ അറിയത്തുള്ളൂ. എൻ്റെ നിസ്സഹായാവസ്ഥയാണ് കാണിക്കുന്നത്. അറിയാമോ? എനിക്കറിയത്തില്ല, ഒന്നാമത് അറിയത്തില്ല, രണ്ട് എൻ്റെ നിസ്സഹായാവസ്ഥ. എൻ്റെ ഈ നിസ്സഹായാവസ്ഥയിൽ ദൈവം എന്നെ തള്ളിക്കളയുമോ എന്നൊരു ചോദ്യം നമ്മൾ പലപ്പോഴും ചോദിക്കും. ഞാൻ എത്ര നാൾ പ്രാർത്ഥിക്കുന്നു, എത്ര നാൾ ഞാൻ കണ്ണുനീരോട് നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു, എന്നിട്ട് എന്താ? പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത്രയും നാളും കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചിട്ടും ദൈവം കേട്ടില്ല, ഇനി ഈ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ വിളിക്കുന്നില്ല, അങ്ങനെ പറയും. കാരണം നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ല, ഒരു നിസ്സഹായ അവസ്ഥയാണ്. പക്ഷെ വചനം പറയുന്നത്, വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ ദൈവം പോലും, ദൈവപുത്രനായ യേശു പോലും, പ്രവാചകന്മാർ പോലും, പിതാക്കന്മാർ പോലും കരയുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ കരയുന്നതൊരു പാർട്ട് ഓഫ് ലൈഫാണ്, സന്തോഷം മാത്രമല്ല. അത് ഈ ഫോളൻ പെർസ്പെക്റ്റീവാണ്. ഈ ഫോളൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ദ ചോസൺ എന്നും പറഞ്ഞൊരു സിനിമയ്ക്കകത്ത്, ക്രിസ്തുവിൻ്റെ സിനിമയാണ്, ഇപ്പോഴുള്ള പുതിയൊരു സിനിമ അത്, അതിനകത്ത് യേശു ക്രിസ്തുവും യോഹന്നാനും കൂടി ഇരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ യേശുവിൻ്റെ വലതുഭാഗത്താണ് യോഹന്നാൻ ഇരിക്കുന്നത്. യോഹന്നാൻ 18-19 വയസ്സ് കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ യോഹന്നാന് മുടിയൊന്നും അതിനകത്ത് വലുതായിട്ടില്ല. ഞാൻ യോഹന്നാനെ കാണുമ്പോൾ യോഹന് മുടിയുണ്ട്, പക്ഷേ ഈ പടത്തിലുള്ള യോഹന്നാൻ മുടിയും മീശയൊക്കെ കുറച്ചാണ്. അപ്പോൾ യോഹന്നാന് യേശുവിൻ്റെ അടുക്കൽ പെസഹായ്ക്ക് മുൻപായിട്ടിരുന്ന് വർത്തമാനം പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ യോഹന്നാൻ യേശുവിനോട് ചോദിക്കുന്നു, അല്ല, ഈ പാപലോകത്തിൽ പാപത്തിനടിമയായി ജീവിക്കുന്ന ഞങ്ങൾക്ക്, അതായത് ശിഷ്യന്മാർ 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നെന്ന് ഓർക്കണേ, ഈ പാപലോകത്തിൽ പാപത്തിനടിമയായി ജീവിക്കുന്ന ഞങ്ങൾക്ക് സ്വർഗത്തിലെ സത്യത്തിൻ്റെ ഉടമയായ യേശുവിനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? എങ്ങനെ മനസ്സിലാക്കും? പാപിയായി ഞാൻ, പാപമില്ലാത്ത ഒരാളുടെ മനസ്സെങ്ങനെ അറിയും? പറ, അറിയാനൊക്കത്തില്ല. അതൊരു വലിയ ചോദ്യമാണ്. യേശു ചോദിക്കും, നീ എന്നെ അറിയത്തില്ലെന്ന് ചോദിച്ചാൽ സത്യത്തിൽ നമുക്ക് പറയണം, അറിയത്തില്ലെന്ന് തന്നെ പറയണം. കറക്റ്റ്, അത് ശരിയാണ്. കാരണം ഈ പാപത്തിൽ ചിന്തിക്കുകയും പാപത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഞാനെങ്ങനെ പാപമില്ലാത്ത യേശുവിൻ്റെ ചിന്ത അറിയാനൊക്കും? എനിക്കറിയാനൊക്കത്തില്ല. അപ്പം യോഹന്നാൻ കരയുകയാണ് യേശുവിന് മുമ്പിൽ. യോഹന്നാൻ കരഞ്ഞിട്ട് യേശുവിനോട് പറയുന്നു, എനിക്ക് നിന്നെ സ്നേഹിക്കാനൊക്കുന്നില്ല, അതിന് എന്നോട് ക്ഷമിക്കണമേന്ന്. കാരണം നീ ആരെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിയാണ്, നീ എൻ്റെ കൂടെ ജീവിച്ചു, ഞാൻ നിന്നെ കണ്ടു, നീ വലിയ കാര്യങ്ങൾ ചെയ്തു, ദൈവപുത്രനാണെന്ന് എനിക്കറിയാം, പത്രോസ് പറയുന്നത് ഞാൻ കേട്ടു, ഇതൊക്കെ സത്യം. പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാനൊക്കുന്നില്ല. അപ്പോൾ യോഹന്നാൻ കരയുമ്പോൾ യോഹന്നാൻ ഇങ്ങനെ കരഞ്ഞേച്ച് പറഞ്ഞു, എന്നോട് നീ ക്ഷമിക്കുമോ? എനിക്ക് നിന്നെ നീ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാണ്. ആ സ്നേഹം എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ല, ഞാൻ പാപത്തിൻ്റെ സ്നേഹമാണ് കൊടുക്കുന്നത്. ഉടനെ യേശു ചിരിച്ചുകൊണ്ട് പറയുന്നു, നീ വിഷമിക്കണ്ട,
ഞാൻ അതും ക്ഷമിച്ചിരിക്കുന്നു. അതായത് നീ പാപത്തിൻ്റെ ചിന്തയിൽ കൂടാണ് എന്നെ സ്നേഹിച്ചെങ്കിലും സാരമില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ ഒരു ഉത്തരം എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. കറക്റ്റല്ലേ അത്? ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രൻ പാപമില്ലാത്തവൻ്റെ ചിന്തയിൽ കൂടെ സ്നേഹിക്കാൻ എനിക്കെങ്ങനെ ഒക്കത്തില്ല. ഇറ്റ്സ് ആൻ ഇമ്പോസിബിലിറ്റി. ആ ഇമ്പോസിബിലിറ്റിയിൽ അയ്യോ എനിക്ക് ഒക്കുന്നില്ല എന്നുള്ള വേദനയിൽ ക്ഷമ ചോദിക്കുമ്പോൾ യേശു പറയുന്നു ഞാനത് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ നമ്മൾ കെട്ടിപ്പിടിക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ക്രൂശുമരണത്തിൻ്റെ ചുവട്ടിൽ ക്രൂശിൻ്റെ അടിയിൽ വന്ന് നിൽക്കുകയാണ്. വേറെ ആരും നിന്നില്ല. 12 ശിഷ്യന്മാരിൽ ഈ ഒരൊറ്റ ശിഷ്യനെ ആ കീഴെ വന്ന് നിന്നുള്ളൂ. അതുകൊണ്ടാണല്ലോ മരിച്ച സമയത്ത്, മരിക്കുന്നതിന് അല്പം നേരം യോഹന്നാനെ നോക്കിയ യേശുക്രിസ്തു ക്രൂശുമരണത്തെ കിടന്നുകൊണ്ട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ. അപ്പോഴും ഈ അമ്മയെ സൂക്ഷിക്കാൻ ഒരാളെ ഏൽപ്പിക്കുന്ന സ്നേഹം കണ്ടോ? നമ്മൾ ചീത്ത പറയും. തിരിച്ച് അമ്മയോട് പറയുന്നു, ഇതാ നിൻ്റെ മകൻ. എവിടെയാണ്? മരണത്തിൻ്റെ വേദനയുടെ അതികാഠിന്യത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ഇപ്പോൾ മരിക്കുമെന്നറിയുമ്പോഴും എൻ്റെ ചിന്ത യോഹന്നാനെ നോക്കാൻ ആൾ വേണം, മാതാവിനെ നോക്കാൻ ആൾ വേണം. ഇത് രണ്ടും കൂടെ ചെയ്യാതെ എനിക്ക് പോകാനൊക്കത്തില്ല. അങ്ങനെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന എത്ര പുരുഷന്മാരുണ്ട്? അതാണ് സ്നേഹം. നമ്മുടെ ആണുങ്ങൾ ഭാര്യമാർ ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റി എടുക്കത്തില്ല, മറ്റേ മറിച്ചാൽ നമ്മൾ കുറ്റം പറയും. അവരെങ്ങനെ എടുക്കും എന്ന് പറ. ബിക്കോസ് ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഒരു വ്യക്തിക്ക് അവനവനെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ആ ലോകത്തിൽ ജീവിക്കുമ്പം നിസ്സഹായ അവസ്ഥ വരുമ്പോൾ വി ആർ റിയലി ഇൻ ഹെൽപ്ലെസ് സ്റ്റേജ്. ഒറ്റ കണ്ടീഷനുള്ള സ്ത്രീകളെ സമയം കരഞ്ഞേക്കുക. അതാണ് കണ്ണുനീരിൻ്റെ ഒരു പ്രത്യേകത. കർത്താവ് കരഞ്ഞില്ലേ? ഗെത്സമന തോട്ടത്തിലിരുന്ന് കർത്താവ് തൻ്റെ വേർപ്പ് രക്തതുള്ളിയായിട്ട് വീഴുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ണുനീര് രക്തമാണെന്ന് ഓർക്കണം, അല്ലേ? രക്തം കൺവേർട്ട് ചെയ്തല്ലേ കണ്ണുനീരാകുന്നത്? നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കണ്ണുനീരിന് വിലയുണ്ട്. അപ്പോൾ നമ്മൾ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉള്ളവർ സ്വർഗത്തിൽ ചെന്നിട്ട് അവിടെ ഈ വീടുകൾ ഒരു വലിയ ഹോളുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഹോള് കണ്ണുനീര് മാത്രം സ്റ്റോർ ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കയറി ചെല്ലുമ്പം അപ്പം കർത്താവ് പറയുന്നുണ്ട്, നീ കയറി കണ്ടോളാൻ പറഞ്ഞു. അവരിങ്ങനെ നോക്കിയിടുമ്പം കണ്ണുനീരുകൾ, ലോകത്തിൽ ഇരുന്ന് കരഞ്ഞവരുടെ കണ്ണുനീരെല്ലാം അവിടെ സൂക്ഷിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ഓരോ വ്യക്തിയുടെ കണ്ണുനീരും ഓരോ പാത്രത്തിലല്ലേ, ബോട്ടിൽ ഓരോ പാത്രത്തിൽ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ചെന്ന് നോക്കുമ്പം ചിലതിനകത്ത് പാലസ്, ചിലതിനകത്ത് സ്വർണ്ണങ്ങൾ, ചിലതിനകത്ത് നല്ല മനോഹരമായ. കാരണം ഇവരെന്തിന് കണ്ണുനീര് ഇവിടെ ചൊരിഞ്ഞോ അതിൻ്റെ ഉത്തരം അവിടെ സ്വർഗത്തിൽ റിപ്ലിക്കായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എത്ര കരഞ്ഞു എന്നുള്ളത് കർത്താവ് അളപ്പി തൂക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് യേശു കരഞ്ഞു. വേദപുസ്തകത്തിൽ കരഞ്ഞ പലരെക്കുറിച്ചും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ചിലത് മാത്രം ഞാൻ പറയാം. പത്രോസ് അതേപോലെ യേശുവിൻ്റെ വേറൊരു ശിഷ്യനാണ്. ഈ പത്രോസ് യേശു പറഞ്ഞു ഞാൻ മരിക്കാൻ പോകാമെന്ന് യേശു പറഞ്ഞു. പത്രോസ് പറഞ്ഞു ഒരിക്കലും അത് ചെയ്യാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, പിശാചേ സാത്താനെ നീ മാറി നിൽക്കാൻ പറഞ്ഞു. അത് പത്രോസ് അല്ല പറഞ്ഞതെന്നറിയാം. പക്ഷെ പത്രോസ് യേശുവിനോട് പറയുന്നു, ഇന്നെ വന്നാൽ ഞാൻ മരിക്കാൻ തയ്യാറാണ്. അപ്പോൾ യേശു പറയുന്നുണ്ട്, അല്ല കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തടുത്ത് പറയുന്നു. പറഞ്ഞില്ലേ? പറഞ്ഞു. മറുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു ഒരൊറ്റ നോട്ടം നോക്കി, പത്രോസ് പൊട്ടിക്കരഞ്ഞു. അവിടെ കണ്ണുനീര്. ആ കണ്ണുനീരാണ് പത്രോസിനെ പിന്നെ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് വന്നിട്ട് പത്രോസിനെ കണ്ടിട്ട് ചോദിക്കുന്നു, യോഹന്നാൻ്റെ മകനാകുന്ന പത്രോസേ, ശിമോനെ, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ചോദിച്ചു. 3 പ്രാവശ്യം ചോദിച്ചും പത്രോസ് വീണ്ടും പൊട്ടിക്കരഞ്ഞു. പത്രോസ് കരയാണ്, കണ്ണുനീര്. അപ്പോൾ എന്താ യേശു പറഞ്ഞ്? എൻ്റെ ആടുകളെ മേയ്ക്കുക. അതാണ് നമ്മളെല്ലാം അതല്ലേ ചെയ്യേണ്ടത്. നമുക്ക് ദുഃഖങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. പക്ഷെ എൻ്റെ കണ്ണുനീര് എൻ്റെ വീഴുമ്പം എൻ്റെ കണ്ണുനീര് സ്വർണ്ണമാക്കി സ്വർഗത്തിൽ കൊണ്ട് വെച്ചിട്ട് എനിക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ചിലർ പാട്ട് പാടുന്നത്, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല. ഇതൊരു കോയിൻ്റെ അങ്ങേ സൈഡാണ്. പൗലോസ് കരഞ്ഞില്ലേ? പൗലോസ് കരയുന്നുണ്ട്. എൻ്റെ 3 സംവത്സരം രാപകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു കൊടുത്ത് ഓർത്തുകൊള്ളുവീൻ. പത്രോസ് കരഞ്ഞിരിക്കുന്നു.
അപ്പോസ്തല പ്രവൃത്തി 20:31. യാക്കോബ് കരഞ്ഞില്ലേ? യാക്കോബ് നമ്മുടെ വലിയ അപ്പച്ചനല്ലേ, വലിയ അപ്പച്ചൻ. യാക്കോബിനെ വിളിക്കുന്ന ഇസ്രായേൽ എന്നാ. ദൈവത്തിൻ്റെ പ്രഭു കരഞ്ഞില്ലേ? കരഞ്ഞു. എപ്പോഴ്? യാബോക്ക് എന്ന കടവിൽ വെച്ച് സകലതും അപ്പുറത്തായി. ഭാര്യമാരെ, മക്കളെ, വെപ്പാട്ടികളെ, സാധനങ്ങളെ, ഒട്ടകങ്ങളെ എല്ലാം അപ്പുറത്തായി. യാക്കോബ് തന്നെ ഇപ്പുറത്തായി. ദൈവവുമായിട്ടുള്ള മൽപ്പിടുത്തം നിവൃത്തിയില്ലാതെ. അപ്പോൾ യാക്കോബ് അടിതറ പറയുക. അപ്പോഴാണ് നീ ദൈവത്തോട് മൽപ്പിടുത്തം ചെയ്ത് ജയിച്ചതിനാൽ നിന്നെ ഇനി യാക്കോബ് എന്നല്ല വിളിക്കുന്നത്, നിന്നെ ഞാൻ വിളിക്കുന്നത് ഇസ്രായേൽ എന്നാണ്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നില്ലേ, ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ സ്ത്രീയെ നീ കരയണ്ട എന്ന് പറഞ്ഞ് നയീലിനെ വിധവയുടെ അടുക്കൽ ചെന്ന് മരിച്ച് അടക്കാൻ കൊണ്ടുവന്ന മകനെ കണ്ട് അവൾ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവളൊരക്ഷരം മിണ്ടിയില്ല, കരയുക മാത്രമേ ചെയ്തു. അതാണ് എൻ്റെ കണ്ണുനീര് നിൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. അതേപോലെ തന്നെ 2 രാജാക്കന്മാർ 4:1 പറയുന്നുണ്ട്, പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ തൻ്റെ 2 ആൺമക്കളെ കടം കൂടിയിട്ട് കടക്കാരൻ വന്ന് പിടിച്ചോണ്ട് പോകാൻ വരുമ്പോൾ ഇവൾ ഓടി വന്ന് എലീശ പ്രവാചകൻ്റെ ഇടയിൽ കണ്ണുനീരോടെ കരയുകയാണ്. എലീശ പ്രവാചകൻ തിരിച്ചൊരു ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഇതാണ് ഞാൻ. അപ്പോൾ ഇവളോട് പറയുന്നത്, നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? ഒന്നുമില്ല. എന്തുണ്ട്? ഒരല്പ എണ്ണയുണ്ട്. ശരി, തിരിച്ചു ചെന്നു. ഉള്ള പാത്രങ്ങളെല്ലാം വാങ്ങിച്ചു. നിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു. നീ വീട്ടിൽ ചെന്ന് മുറി അടച്ചിട്ട് ദേശത്തുള്ള പാത്രം എല്ലാം വാങ്ങിച്ചിട്ട് എണ്ണ ഒഴിക്കാൻ പറഞ്ഞു. എണ്ണ ഒഴിച്ചു. പാത്രങ്ങൾ മുഴുവനും നിറഞ്ഞ് ഇനിയും എണ്ണ ഒഴിക്കാൻ പാത്രമില്ലാതായപ്പോൾ എണ്ണ നിന്നു. നിൻ്റെ കണ്ണുനീര് അനുഗ്രഹത്തിൻ്റെ തുടക്കമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഷ്ടമില്ലാതെ ജീവിതമില്ല. ചിലർ പുറമേ കരയും, പക്ഷേ ആൺമക്കൾ പലരും അകമേ കരയുന്നവരുണ്ട്. പുരുഷന്മാർ പുറത്ത് കരയുന്നില്ല, പക്ഷെ അവരുടെ നെഞ്ചിനകത്ത് കരച്ചിലുണ്ട്. അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത സ്ത്രീകളാണെങ്കിൽ എന്തു ഫലം? ഒന്ന് കാണാം. ആരും കണ്ടില്ലേലും ദൈവം നമ്മുടെ കണ്ണുനീര് കാണുന്നുണ്ട്. ആ ദൈവം ഇന്ന് നമ്മുടെ തലയിൽ വന്നിട്ട് സങ്കീർത്തനം 23 പറയുന്നത് പോലെ എൻ്റെ തലയെ ഞാൻ അഭിഷേകം കൊണ്ട് തളിക്കുകയാണ്. എൻ്റെ തലമേൽ അവൻ്റെ അഭിഷേക തൈലം വീഴുകയാണ്. കാരണം നിൻ്റെ നിസ്സഹായ അവസ്ഥയിൽ നീ എൻ്റെ അടുക്കൽ വന്നതിനാൽ നിൻ്റെ ഏതാവശ്യമെങ്കിലും ഞാനതിന്ന് ചെയ്തു തന്നിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഈ യെരമ്യാ പ്രവാചകൻ്റെ ബുക്കൊക്കെ വായിക്കാമെങ്കിൽ യെരമ്യാ പ്രവാചകനെ കണ്ണുനീരിൻ്റെ പ്രവാചകൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ചിരിച്ചിട്ടില്ല. എന്തുകൊണ്ട് ചിരിച്ചില്ല? മനുഷ്യൻ്റെ പാപം കൊണ്ട്. യേശു ഇന്നും ദുഃഖിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മൾ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? പറ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. അവൻ നമ്മുടെ കണ്ണുനീരുകൾക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. കർത്താവ് നമ്മളോട് പറയുന്നു, നമ്മുടെ അനുഗ്രഹം ദുഷ്ടപിശാച് എടുത്തുകൊണ്ട് പോകാൻ ഇന്നു മുതൽ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ നിനക്ക് വേലി കിട്ടിയിരിക്കുന്നു. സങ്കീർത്തനം 23 പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, അവൻ എന്നെ പരിപാലിക്കും. അപ്പോൾ 23, 121 വന്നിവിടെ. ഓരോ വാക്യവും ദൈവത്തിൻ്റെ വചനങ്ങൾ ബലമുള്ളതും ജീവനുള്ളതും. അത് നമ്മൾ അരയിൽ കെട്ടിക്കൊണ്ട് നടക്കണം. അതാണ് നമ്മുടെ ബലം. ആ ദൈവം നമ്മുടെ തലയിൽ ഇന്ന് എണ്ണ ഒഴിച്ചു തന്നിരിക്കുന്നു. അഭിഷേക തൈലം ഒഴിച്ച്, മകനെ, മകളെ, നിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, ഞാൻ നിനക്ക് വേണ്ടി പുതുവഴി തുറന്നിരിക്കുന്നു. അതൊരു ദൂതായിട്ട് കടന്നു വരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, വേദപുസ്തകത്തിൽ പലരും കരയുന്നത് നമ്മൾ കാണുന്നുണ്ട്. യേശു ക്രിസ്തു ഉറക്കെ കരഞ്ഞു എന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2 എഴുതിയിട്ടുണ്ട്. ക്രൂശുമരണത്തിന് മുൻപല്ല, ജീവിതകാലത്ത് അനുസരണം പഠിക്കാൻ ഞാൻ ചോദിച്ച പല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടായികയാൽ, അതോ കിട്ടിയിട്ടോ അതോ പിതാവിനെ കാണാഞ്ഞിട്ടോ അതൊന്നും വ്യക്തമായിട്ട് അതിനകത്ത് യേശു ഉറക്കെ കരഞ്ഞു. അനുസരണം പഠിച്ചത് ദൈവത്തിൻ്റെ മുമ്പിൽ പുത്രൻ എന്ന രീതിയിൽ ശിക്ഷണത്തിൽ തന്നെയാണ് യേശുവും വളർന്നു വന്നത്. കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഓ, കണ്ണുനീരോടെ ഞങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ്, ആർപ്പോടെ ഞങ്ങൾ കൊയ്യും. ഓ കർത്താവ്, വിത്ത് കൊണ്ട് ഞങ്ങൾ കരഞ്ഞുകൊണ്ട് കളപ്പുറത്തിലോട്ട് ഇറങ്ങുകയാണ്. സന്തോഷത്തോടുകൂടി ഞങ്ങൾ വിളവെടുത്തോടെ തിരിച്ചു വരും.
നിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ വസിക്കുന്നതിനാൽ നിൻ്റെ മുമ്പിൽ വന്ന് ഞങ്ങൾ കരയുമ്പോൾ ഞങ്ങൾ കണ്ണുനീര് നിൻ്റെ തുരുത്തിയിൽ സ്വർഗത്തിൽ സൂക്ഷിച്ചു വെച്ച് അതിനുത്തരം അപ്പടി തന്നെ തരുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. എത്രമാത്രം നമ്മൾ ഉള്ളിൽ വേദനിക്കുന്നു അതെല്ലാം അറിയുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്, ഭർത്താക്കന്മാരെക്കുറിച്ച് വേദനിക്കുന്നവരുണ്ട്, സ്വന്തം കഴിവില്ലായ്മയിൽ സങ്കടപ്പെടുന്നവരുണ്ട്, പുരുഷന്മാർ ഉറക്കെ കരയാൻ വയ്യാതെ ഉള്ളിൽ നെഞ്ചിൽ വേദന കൊണ്ട് നടക്കുന്നവരുണ്ട്, സ്ത്രീകൾ നിലവിളിച്ച് കരയുന്നവരുണ്ട്. ഇതെല്ലാം ദൈവസന്നിധിയിൽ എത്തുകയാണ്. അതാ നിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഈ ദുഃഖത്തിന് നീ ഉത്തരം ഉടനടി കൊടുക്കണമെന്ന്. ഇനി താമസിക്കരുത്. ഡു നോട്ട് ഡിലേ ഇറ്റ് എനിമോർ. ഇനി താമസിക്കരുത്. ഉത്തരം കൊടുത്താട്ടപ്പിച്ച അനേക മക്കളുടെ കുടുംബങ്ങളിൽ വെളിച്ചം കടന്നു വരട്ടെ. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.